തവനൂർ ഗ്രാമപഞ്ചായത്തിൽ നിർമ്മിക്കുന്ന മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി സെന്ററിനെതിരെ പ്രദേശവാസികൾ ജനകീയ മാർച്ച് നടത്തി. ജനവാസ മേഖലയിൽ MCF നിർമ്മിക്കുന്നുവെന്നാരോപിച്ചായിരുന്നു മാർച്ച്. തവനൂർ ഗ്രാമപഞ്ചായത്തിലെ 15-ാം വാർഡിൽ ജനവാസ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്ത് മിനി സ്റ്റേഡിയത്തിന് സമീപം അജൈവ മാലിന്യങ്ങൾ തരംതിരിക്കുന്നതിന് വേണ്ടി നിർമ്മിക്കുന്ന മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി സെന്റർ പൊതുജനങ്ങൾക്ക് പ്രയാസമാവുമെന്നാരോപിച്ചാണ് പ്രദേശവാസികൾ ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിലേക്ക് ജനകീയ മാർച്ച് നടത്തിയത്. MCF സ്ഥാപിക്കാനുള്ള പഞ്ചായത്ത് ഭരണസമിതി തീരുമാനം ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാതെയാണെന്നും MCF സ്ഥാപിച്ചാൽ പഞ്ചായത്ത് ഗ്രൗണ്ട് നഷ്ടമാകുമെന്നും പ്രദേശവാസികൾ ആരോപിച്ചു. നിങ്ങൾ ആ പരിസരവാസികളുമായിട്ട് ഇങ്ങനെ ഒരു പദ്ധതി വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും അന്വേഷണമോ എന്തെങ്കിലും നടത്തി ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ് തർക്കിച്ച് പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞത്. അതിന്റെ ആവശ്യം ഞങ്ങൾക്കില്ല, അത് ബോർഡാണ് ചെയ്യേണ്ടത്. ബോർഡിന്റെ തീരുമാനം എടുക്കുന്നു, ഞങ്ങളത് നടപ്പിലാക്കും. അങ്ങനെ ഞങ്ങൾ താഴെ പ്രസിഡന്റിൻ്റെ അടുത്തും വൈസ് പ്രസിഡന്റുമായി ഈ വിഷയവുമായി സംസാരിക്കാൻ വേണ്ടി ചെന്നപ്പോൾ അവരും പറഞ്ഞത് ഇതേ നിലപാട് തന്നെ. ആദ്യം നമ്മുടെ അടുത്ത് ആമുഖമായിട്ട് നമ്മുടെ വിഷയമായി സംസാരിക്കാൻ വന്നാന്നുള്ളത് ആമുഖമായി അവർ പറഞ്ഞത് സെക്രട്ടറി എന്താണോ പറഞ്ഞത് അതാണ് ഞങ്ങൾക്കും പറയാനുള്ളതെന്നാണ് വൈസ് പ്രസിഡന്റും ഭാഗത്തുള്ള മറുപടി ഉണ്ടായത്. അവരുമായി സംസാരിച്ചപ്പോൾ അവരും പറഞ്ഞത് ഇതാ 2 ദിവസം കൊണ്ട് അവിടെ പണി തുടങ്ങും. 2 ദിവസം കഴിഞ്ഞ് ഇലക്ഷൻ്റെ ചട്ടലംഘന സമയം കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞാൽ ആ ഗ്രൗണ്ടിൽ പണി തുടങ്ങുന്നതാണ് ഇവർ നമ്മുടെ അടുത്ത് പറഞ്ഞത്. 2 ദിവസമല്ല 2 വർഷം എടുത്താൽ ഇവർ ഈ പണി അവിടെ തുടങ്ങുക. ഇതൊരു സൂചന സമരം മാത്രമാണ്. എന്നാൽ ഗ്രൗണ്ടിന് യാതൊരു പ്രയാസവും ഉണ്ടാവില്ലെന്നും ഇതിനോട് ചേർന്നുള്ള സ്ഥലത്ത് അജൈവ മാലിന്യങ്ങൾ മാത്രം സംസ്കരിച്ച് കയറ്റി അയക്കുന്ന കേന്ദ്രമാണ് നിർമ്മിക്കുന്നതെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. അവിടെ നമ്മൾ MCF ആണ് സ്ഥാപിക്കാൻ പോകുന്നത്. ഇപ്പൊ നിലവിൽ നമുക്കറിയാം ഇംഗലത്തെ സെൻട്രലായിട്ട് തന്നെ MCF ഉള്ളതാണ്. അത് പൊതുജനങ്ങളെല്ലാവരും കാണുന്നതാണ്. അത്തരത്തിലൊരു സ്ഥാപനത്തിനെ ഒരു MCFനെയാണ് നമ്മളോട് സ്ഥാപിക്കുന്നത്. ഒരിക്കലും ഗ്രൗണ്ടിനെ അത് ബാധിക്കില്ല എന്നുള്ള ഉറപ്പുകൊണ്ട് തന്നെയാണ് നമ്മളോട് MCF നിർമ്മിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. കാരണം ഗ്രൗണ്ടിന്റെ ടെൻഡറും കാര്യങ്ങളൊക്കെ ആയതാണ്. അപ്പൊ അതവിടെ നിർമ്മിച്ചതിന് ശേഷം തന്നെയാണ് നമ്മൾ അവിടെ MCF നിർമ്മിക്കാൻ പോകുന്നത്. എങ്ങനെയാണ് അവിടെ അജൈവ മാലിന്യങ്ങൾ കൊണ്ടുവരുന്നുണ്ടോ അതോ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മാത്രം വന്നിട്ട്? അജൈവ മാലിന്യങ്ങൾ മാത്രമാണ് അവിടെ പോകുന്നത്. കാരണം നമുക്കറിയാം വീടുകളിൽ നിന്ന് നമ്മൾ ഹരിതകർമ്മസേന കളക്ഷൻ ചെയ്യുന്നതിന് എന്താ വെച്ചാൽ കഴുകി ഉണക്കിയെടുത്ത പ്ലാസ്റ്റിക് ആണ്, അത് തരംതിരിച്ച് കൊണ്ടുപോകുന്നുള്ളൂ. നമ്മൾ തവനൂർ ഗ്രാമപഞ്ചായത്ത് ഭയങ്കരത്ത് സ്വന്തമായി ഒരു നൂതനമായ MCF നിർമ്മിക്കാനാണ് നമ്മൾ ഉദ്ദേശിച്ചത്. നമ്മൾ പഞ്ചായത്ത് പത്രത്തിൽ കൊടുത്തു. ഭൂമി വാങ്ങുന്നതിന് വേണ്ടി 1.5 വർഷം മുമ്പ് തന്നെ പത്രത്തിൽ ഭൂമി കിട്ടുന്നതിന് വേണ്ടി വില കൊടുത്ത് വാങ്ങുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തിയപ്പോഴൊന്നും എവിടുന്നു ഈ ഗവൺമെൻറ് റേറ്റിന് ഭൂമി തരാൻ ആരും തയ്യാറായില്ല. വാടകയ്ക്ക് ലീസിന് നമ്മൾ നോക്കി അപ്പോഴും കിട്ടിയില്ല. ഏകദേശം 6 കൊല്ലമായിട്ട് ഈ വാർഡ് തന്നെയാണ് വാടക കെട്ടിടത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്ഥിരമായിട്ട് ഗവൺമെൻറ്റിൻ്റെയും ഹൈക്കോടതിയുടെയൊക്കെ നിർദ്ദേശപ്രകാരം സ്വന്തമായി MCF നിർമ്മിക്കുക എന്നുള്ള അടിസ്ഥാനത്തിലാണ് നമ്മൾ പഞ്ചായത്തിൻ്റെ സ്ഥലത്ത് കെട്ടിടം കൊണ്ടുവരാനുള്ള ശ്രമം നടത്തിയത്. ഇപ്പോൾ ആളുകളുടെ ഒരു പരാതി എന്താണെന്ന് വെച്ചാൽ ഗ്രൗണ്ട് കയ്യേറിക്കൊണ്ടാണ് ഇത് നടപ്പിലാക്കുന്നത്. ഒരിക്കലും ഗ്രൗണ്ട് അവിടെ കുട്ടികൾ കളിക്കുന്ന കളിക്കളം നമ്മൾ ഒരിക്കലും കയ്യേറിയിട്ടില്ല. കയ്യേറുക മാത്രമല്ല അവിടെ ഗ്രൗണ്ട് ഏറ്റവും നല്ല രീതിയിൽ നിർമ്മിക്കുന്നതിന് വേണ്ടി ഏകദേശം 20 ലക്ഷം രൂപ നമ്മൾ ടെൻഡർ നടപടികൾ പൂർത്തിയായി പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതുകൊണ്ട് നമുക്ക് പണി ആരംഭിക്കാൻ കഴിയാതിരിക്കുകയാണ്. പ്രതിഷേധത്തിന് അഡ്വക്കേറ്റ് ഷഹലാൻ, അക്ബർ ഐങ്കലം, KV രജീഷ്, അഡ്വക്കേറ്റ് അശ്വതി എന്നിവർ നേതൃത്വം നൽകി. പേജ് TV ന്യൂസ് തവനൂർ. നിങ്ങൾ ചെയ്യുന്ന ഓരോ ഷോപ്പിംഗിനും ഹാപ്പി കാർഡിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നു വീണ്ടും ഒരു സൗജന്യ ഷോപ്പിംഗ്. ആഘോഷങ്ങൾക്ക് ഇനി ഡബിൾ ബെനിഫിറ്റ്. ആസാദ് സിൽക്സ് സെലിബ്രേഷൻ ഓഫ് ഫാഷൻ, PSM ആർക്കേഡ്, നിയർ ബസ് സ്റ്റാൻഡ്, പാൻ ബസാർ, തിരൂർ. ഫോൺ 97457 99960.